പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യാക്കോബിന് വാർത്തയിൽ ജനിച്ച മകനായ ജോസഫിനുണ്ടായ ആ ദുരന്ത അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ മിനിങ്ങാന്നുമൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് നമ്മൾ മൂന്നാം ഭാഗം വീണ്ടും കേൾക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാതെ നിഷ്കളങ്കനായിരുന്ന ജോസഫിന് എന്തെല്ലാം നഷ്ടമായി. അപ്പനും അമ്മയും നഷ്ടമായി, സഹോദരങ്ങൾ നഷ്ടമായി, നാടും വീടും എല്ലാം നഷ്ടമായി. അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് സഹോദരങ്ങൾ പൊട്ടക്കല്ലിൽ തള്ളിയിട്ടു. വിദ്യാന്യർക്ക് അടിമയായി വിറ്റുകളഞ്ഞു. ഈജിപ്തിൽ ചെന്നപ്പോൾ അകമ്പടി നായകനായ പൊത്തിഫാർ അവനെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ വീടിൻ്റെ അധികാരിയാക്കി. അവിടെ അവന് വളരെ പാപം ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഒരു തെറ്റിനും അവൻ സമ്മതിക്കാതിരുന്നതിൻ്റെ പേരിൽ അവനെ കാരാഗ്രഹത്തിലാക്കി. ആ ഫറവോൻ്റെ ഭാര്യ നുണ പറഞ്ഞു കൊടുത്ത് അവളുടെ കൂടെ ശയിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ അവന് പണി കൊടുത്തതാണ്. അവൻ കാരാഗ്രഹത്തിലായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏറെക്കുറെ 10-18 വയസ്സ് പ്രായമായി കാണണം. അപ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് അവന് അവിടുന്ന് ദൈവം ഒരു മോചനം കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 30 വയസ്സ്, ഇപ്പം 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സഹോദരന്മാർ അവനെ പൊട്ടക്കല്ലിലേക്ക് തള്ളിയിട്ടത്. ആ പ്രായത്തിലാണ് ഈ അകമ്പടി നായകൻ അവനെ വിലയ്ക്ക് വാങ്ങി അവനെ വീടിൻ്റെ എല്ലാം അധികാരിയാക്കിയത്. ആ സമയത്താണ് ഈ പാപം ചെയ്യാനുള്ള പ്രേരണയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അവനെ തെറ്റിദ്ധരിച്ച് കാരാഗ്രഹത്തിലാക്കി. ഇപ്പോൾ അവന് ഏറെക്കുറെ 30 വയസ്സ് പ്രായമുണ്ട്. 10-13 വർഷക്കാലം ജയിലിൽ കിടന്നു. ഒരു തെറ്റും ചെയ്തിട്ടല്ല കേട്ടോ, സ്വത്രം. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ദൈവം ഉപയോഗിക്കാനിരിക്കുന്നവർക്ക് അഗ്നിശോധനകളൊക്കെ ദൈവം തരും എന്നുള്ളതിന് തെളിവാണിത്. അപ്പോൾ അതുകൊണ്ടാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം അവന് ലഭിക്കും എന്നൊക്കെ തിരുവചനം പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 1:12. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ ഒരു ചീട്ടത്ത് അടിക്കുന്ന മറ്റേ ചീട്ട് കാണിച്ചു കൊടുക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാവരോടും സമാധാനമായിരിക്കുവിൻ, അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരാകേണ്ടത് തന്നെ എന്നൊക്കെ പറഞ്ഞല്ലോ. ദൈവപുത്രന്മാരാക്കി നമ്മെ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ കഷ്ടതയൊക്കെ തരുന്നത്. മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളും ശത്രുതയൊക്കെ നമുക്ക് ഉപകാരമായി തീരുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. അപ്പം ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫറവോന് അഥവാ ഈജിപ്തിൻ്റെ രാജാവിന് ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം നദീതീരത്ത് നിൽക്കുമ്പോൾ പുഷ്ടിമയുള്ള 7 പശുക്കൾ ആ നദീതീരത്തോട് നടന്ന് കയറി വന്നു. ഞാൻ കണക്കിടയിലോട്ട് മേഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മെലിഞ്ഞ് ഉണങ്ങിയ ശോഷിച്ച 7 പശുക്കൾ കയറി വന്ന് ഈ പുഷ്ടിമയുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. പിറ്റേ ദിവസം ഫറവോൻ നിൽക്കുമ്പോൾ ഫറവോൻ പിന്നെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയാണ്: ഒരു തണ്ടിൽ വളരെ പുഷ്ടിമയുള്ള 7 കതിര്. അപ്പോൾ തന്നെ വേറെ കിഴക്കൻ കാറ്റാൽ കരിഞ്ഞുണങ്ങിയ 7 കതിര് വന്ന് ഈ പുഷ്ടിമയുള്ള കതിരിനെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പം രാജാവ് കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ ദിവസം അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ വേണ്ടി ഈജിപ്തിലെ രാജ്യത്തുള്ള സകല വിദ്വാന്മാരെയും മന്ത്രവാദികളെയും എല്ലാവരും വിളിച്ചു കൂട്ടി. ഓരോരുത്തർക്കും ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഈ രാജാവിൻ്റെ പാനപാത്രവാഹനായിരുന്നവൻ്റെ പ്രമാണിയായവൻ രാജാവിനോട് ഒരു കാര്യം പറഞ്ഞു: രാജാവേ, അകമ്പടി നായകൻ്റെ വീട്ടിലെ ഞാനും ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ കരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു എബ്രായ യൗവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ.
അവന് കാലാരത്തിലുള്ള ഞങ്ങളുടെയൊക്കെ സ്വപ്നം വ്യാഖ്യാനിച്ച് തരുമായിരുന്നു. എല്ലാം കറക്റ്റായിരുന്നു. ഞാനും ഇന്ന് എന്നോടും അവനൊരു സ്വപ്നം വ്യാഖ്യാനിച്ച് തന്നത് പ്രകാരം ഇപ്പോൾ രാജാവിൻ്റെ സന്നിധിയിലെ പാനപാത്രവാഹനായിട്ട് ഞാൻ വീണ്ടും ഈ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പക്ഷെ അവൻ ഇത്രയും കഴിവുള്ളവനും മഹാനുമാണ് എന്നൊരു കാര്യം രാജാവിനെ ബോധിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം. രാജാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേഗം അവനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വേഗം അവന് ആൾക്കാർ ചെന്നിട്ട് അവനോട് വേഗം രാജാവിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അവനെ കാരാഗ്രഹത്തിൽ നിന്ന് വിളിച്ച് അവനെ ക്ഷവരം ചെയ്യിപ്പിച്ചു. അവൻ താടിയും മീശയൊക്കെ അങ്ങ് വളർന്ന് വല്ലാതെ പ്രാകൃത രൂപത്തിലായിരുന്നു. നല്ല രാജകീയമായ നല്ല പ്രൗഢിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് രാജസന്നിധിയിൽ അവനങ്ങനെ പോയി നിൽക്കുകയാണ്. ഈ കഷ്ടത അനുഭവിക്കുന്ന നിഷ്കളങ്കരായ ആളുകളെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി ഒന്ന് കണക്കൂട്ടി നോക്കണേ, എത്ര ഭയങ്കരമാണ്. അപ്പൊ രാജസന്നിധി ചെല്ലുമ്പോൾ രാജാവ് സ്വപ്നം അവന് പറഞ്ഞു കൊടുത്തു. അവൻ പറഞ്ഞു. അപ്പൊ സ്വപ്നം കേട്ട് കഴിയുമ്പോൾ ജോസഫ് പറഞ്ഞു, രാജാവേ, പുഷ്ടിയുള്ള 7 പശുക്കള് സമൃദ്ധിയുടെ 7 വർഷത്തെ കാണിക്കുന്നതാണ്. ഉണങ്ങി വരണ്ട 7 പശുക്കള്, മെലിഞ്ഞു ഒഴിഞ്ഞ പശുക്കൾ 7 വർഷത്തെ ക്ഷാമകാലത്തെ കാണിക്കുന്നതുമാണ്. അതുപോലെ 7 പുഷ്ടിമയുള്ള കതിരും 7 കരിഞ്ഞു തുടങ്ങിയ കതിരും അതും അങ്ങനെ തന്നെയാണ്. സ്വപ്നം രണ്ടും ഒരേ അർത്ഥമാണ്. ആ 2 സ്വപ്നം ഒരുമിച്ച് കാണാൻ കാരണം ആ സ്വപ്നം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ വരുന്ന 7 വർഷം സമൃദ്ധിയുടെ കാലമാണ്, പിന്നെ വരുന്ന 7 വർഷം ക്ഷാമകാലമാണ്. ക്ഷാമകാലത്തേക്ക് വേണ്ടത് ഈ സമൃദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ ശേഖരിച്ചോണം. അതിന് രാജ്യത്തുള്ള കഴിവും പ്രാപ്തിയുള്ള ആളുകളെ രാജാവ് കണ്ടെത്തി അതിനായിട്ട് നിയോഗിച്ചോണം. 7 കൊല്ലം ധാന്യം സൂക്ഷിച്ചു വെക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. രാജാവ് പറഞ്ഞു, ദൈവം കൂടെയുള്ളവനും ജ്ഞാനവും ബുദ്ധിയും സാമർത്ഥ്യമുള്ള നിന്നെ പോലെ കഴിവുള്ളവൻ വേറെ ആരാ ഭൂമിപത്തുള്ളത്? അതുകൊണ്ട് ഇനി മുതൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നീ തന്നെ. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഒഴികെ സകലതും നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഒരക്ഷരം ഈ രാജ്യത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും നിന്റെ വാക്കിന് ആജ്ഞയ്ക്ക് അപ്പുറമായി ചലിക്കല, സംസാരിക്കല എന്ന് പറഞ്ഞു. അങ്ങനെ കുണ്ടറയിൽ കിടന്ന സഹോദരന്മാരെ തള്ളിക്കളഞ്ഞ, ഉപേക്ഷിച്ച് കളഞ്ഞ, വിദ്യാർത്ഥികൾക്ക് വിറ്റ് കളഞ്ഞ, ഒരു തെറ്റും ചെയ്യാതെ കഷ്ടത അനുഭവിച്ച ജോസഫിന് 30ാമത്തെ വയസ്സിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. പ്രിയമുള്ളവരൊന്ന് ഓർത്ത് നോക്ക്. നമ്മുടെ കർത്താവ് ചില നല്ല ആളുകൾക്ക് കഷ്ടത തരുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാം സഹിക്കണം കേട്ടോ. പക്ഷെ സഹിക്കാനുള്ള കൃപ ദൈവം കഷ്ടത തരികയാണെങ്കിൽ സഹിക്കാനുള്ള കൃപ തരും. ദൈവത്തോടു കൂടെ മഹത്വത്തിൽ ആ തേജസ്സിൽ വാഴണമെങ്കിൽ ക്രിസ്തുവിനോട് കഷ്ടത സഹിക്കാതെ സാധ്യമേ അല്ല. തിരുവചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഒത്തിരി കപട സുവിശേഷമുണ്ട്. കഷ്ടതയും പ്രയാസവും ദാരിദ്ര്യവും ഒക്കെ മാറ്റി തരുന്ന, സമൃദ്ധി തരുന്ന, ഭൗതികമായ ആ നന്മകൾ നമ്മളെ തൃപ്തിയാക്കുന്ന പഠിപ്പിക്കുന്ന വ്യാജ സുവിശേഷകന്മാർ. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മെ ഭൗതികമായി സമ്പന്നരാക്കാൻ വന്നതല്ല. ആത്മീയരായി നമ്മളെ ദൈവപുത്രന്മാരാക്കി ദൈവരാജ്യത്തിൽ ദൈവപുത്രന്മാരായി നിത്യതയോളം വാഴാൻ തക്ക ഇത് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. സ്വതന്ത്രം. അപ്പം അങ്ങനെ ഇനി ജോസഫും സഹോദരന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുണ്ട്. അവരിങ്ങനെ പ്രധാനമന്ത്രിയായ കാര്യമൊന്നും സഹോദരന്മാർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന ജോസഫിൻ്റെ അടുക്കൽ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞ, വിറ്റ് കളഞ്ഞ, പൊട്ടക്കലിൽ തള്ളിക്കളഞ്ഞ സഹോദരന്മാർ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
നാളെ കാണാം.